കോളയാട് മേനച്ചോടി ഗവൺമെന്റ് യു.പി. സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പ്രീ സ്കൂൾ വർണ്ണകൂടാരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടന്നു. കെ ശൈലജ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. കെ ശൈലജ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലഭിച്ച 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കൂളിൽ പുതിയ കെട്ടിടം ഒരുങ്ങിയിരിക്കുന്നത്. സ്കൂളാണ് ഈ വിദ്യാലയം. ഇവിടുത്തെ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷാകർതൃ സമിതിക്കും ഞാൻ പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുകയാണ്. എല്ലാ പോരായ്മകളുടെ ഇടയിലും നിങ്ങൾ ഹരിത വിദ്യാലയ പദവി നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത്. കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കുറച്ച് സ്കൂളുകൾക്കൊക്കെ കമ്പ്യൂട്ടർ നൽകിയിരുന്നു. ഈ പറഞ്ഞതുപോലെ അവസാനത്തെ വർഷമായതുകൊണ്ട് ഇനിയിപ്പം അതിനു മുമ്പ് ഇവർ ചോദിക്കാഞ്ഞിട്ടല്ല, ആവശ്യകതകൾ വളരെ കൂടുതലായതുകൊണ്ട് ഫണ്ട് തികയുന്നില്ല. എം.എൽ.എ. ഫണ്ട് വീതിക്കുമ്പോൾ കുറച്ച് മാത്രമേ ഒരു പഞ്ചായത്തിന് കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ഒന്നുകൂടി പരിശോധിക്കേണ്ട വിഷയമാണ്. ഞാനിപ്പം പറയുന്നില്ല. എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ ഈ സ്കൂളിന് കമ്പ്യൂട്ടർ നൽകാനും. അപ്പോൾ ഈ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് കെട്ടിട നവീകരണമുണ്ട്, അതുപോലെ തന്നെ ബസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിൽ സൂക്ഷിക്കാം. ഇതൊരു നല്ല വിദ്യാലയമാണ്. ഇതിനെ മെച്ചപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാമെന്ന് മാത്രമാണ് ഇപ്പോൾ. കെ ശൈലജ എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലഭിച്ച 25 ലക്ഷം രൂപ ചിലവിലാണ് 2 ക്ലാസ് മുറികളോട് കൂടിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ SSK സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളിൽ നിർമ്മിക്കുന്ന പ്രീ സ്കൂൾ വർണ്ണകൂടാരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും സ്തുത്യർഹ സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകനായ കെ അനൂപിന് യാത്രയയപ്പും നൽകി. സ്കൂൾ ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കോളയാട് പഞ്ചായത്ത് പ്രസിഡന്റ് M. റിജി അധ്യക്ഷയായി. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R. ഹരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. E. സുധീഷ് കുമാർ, ഇരിട്ടി AEO C. K. സത്യൻ, ഇരിട്ടി BPC TM തുളസീധരൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P. ഉമാദേവി, ജയരാജൻ, ശ്രീജ പ്രദീപൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന നാരായണൻ, വാർഡ് അംഗങ്ങളായ ഉഷ മോഹനൻ, P. സുരേഷ്, K. V. ജോസഫ്, CDS ചെയർപേഴ്സൺ C. ശകുന്തള, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K. P. സുരേഷ് കുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K. T. ജോസഫ്, സാജൻ ചെറിയാൻ, N. രാജു, അനീഷ് കൊമേരി, PTA പ്രസിഡന്റ് K. സുബിൻ, മദർ PTA പ്രസിഡന്റ് അഖില ദിനീഷ്, മുൻ PTA പ്രസിഡന്റ് N. സതീശൻ, സ്കൂൾ ലീഡർ ആഷ്മിക സുരേഷ്, സ്റ്റാഫ് സെക്രട്ടറി ആശാമോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകനായ K. അനൂപിനും കെട്ടിടത്തിന്റെ കോൺട്രാക്ടർക്കും ഉപഹാര സമർപ്പണം നടത്തി. തുടർന്ന് സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും. അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ട്രെൻഡിംഗ് ആയ വസ്ത്രവിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു ജോയ് ഓഫ് സെലിബ്രേഷൻ. മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈഫ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും.